ഇന്ന് ഞങ്ങൾ കസിൻ്റെ ഒരു മനസ്സമ്മതത്തിന് പോവുകയാണ്. പതിവില്ലാതെ ഞങ്ങളുടെ മൂത്ത മോളുമുണ്ട്. സാധാരണ ഇളയ കുട്ടികളാണ് വരാറുള്ളത്. അവർക്കിന്ന് ക്ലാസ് ഉണ്ട്. കോട്ടയം അതിരമ്പുഴ പള്ളിയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഇത് അതിപുരാതനവും വളരെ മനോഹരമായൊരു പള്ളിയാണ്. ഈ വിവാഹ ദിവസങ്ങളിലെ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും മുഖത്തുള്ള സന്തോഷം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരെന്ത് പ്രതീക്ഷയോടുകൂടി ആയിരിക്കും ഈ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അല്ലേ? എൻ്റെ കല്യാണാലോചനയൊക്കെ നടന്ന സമയത്ത് പേരൻസ് എന്നോട് അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഒരൊറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, എൻ്റെ കൂടെ അധികം സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരാളായിരിക്കണമെന്ന്. അന്ന് വെറുതെ ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്ന പാർട്ട്നേഴ്സിന് ഒരു ക്വാളിറ്റി ടൈം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുമേ. ചില പാർട്ട്നേഴ്സ് പറയാറുണ്ട്, ഞാൻ ഭയങ്കര ബിസിയാണ്, അല്ലെങ്കിൽ ഗ്യാപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് സംസാരിക്കാൻ പറ്റാത്തത്. ഇങ്ങനെ പല ഒഴിവുകളൊക്കെ കേൾക്കാറുണ്ടല്ലോ അല്ലേ? എനിക്ക് അങ്ങനെയുള്ളവരോട് പറയാനുള്ളത്, ദർ ഈസ് എ വേ വേർ ദർ ഈസ് എ വിൽ എന്ന പഴഞ്ചൊല്ലാണ്. നമുക്ക് മനസ്സുണ്ടെങ്കിൽ എന്തും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമ്മുടെ ഏറ്റവും പ്രയോറിറ്റി ഉള്ള ആൾക്കാർക്ക് വേണ്ടി നമ്മളൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏത് ബുദ്ധിമുട്ടുള്ള അവസരത്തിൽ പോലും നമ്മൾ സമയം കണ്ടെത്തും എന്നുള്ളതാണ്. ശരിക്കും വിവാഹം എന്നത് രണ്ട് വ്യക്തികൾ ഒന്നായി തീരുക മാത്രമല്ല, എല്ലാ അർത്ഥത്തിലും വൈകാരികവും മാനസികവും സാമൂഹികവുമായ എല്ലാ തലത്തിലും ഒപ്പം നിൽക്കും എന്നുള്ള പ്രതിജ്ഞ കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ മനസ്സമ്മതം വളരെ ഗംഭീരമായിരുന്നു. ഫുഡ് ആയിക്കോട്ടെ, അറേഞ്ച്മെൻറ്റ്സ് ആയിക്കോട്ടെ, എല്ലാം കൊണ്ടും വളരെ ഭംഗിയായിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ നേരെ നാട്ടിലേക്കാണ് പോകുന്നത്. ഇച്ചാനെ അമ്മച്ചൊക്കെ കാണണം. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ബൈ, താങ്ക് യു.